നമ്മളെല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നവരായിരിക്കും. ലൈക്ക് ഇപ്പം വെബ് ബ്രൗസിങ്ങിന് വേണ്ടി സോഷ്യൽ മീഡിയ ലൈക്ക് ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, അതുമല്ലെങ്കിൽ ഇപ്പം ഓൺലൈൻ പേയ്മെൻറ്റ്സ് ചെയ്യാനും പിന്നെ നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സസ് എല്ലാം ഇപ്പം ഫോണിലാണ്. ആൻഡ് ഇതിൻ്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത് ഓരോ ദിവസവും കൂടുന്തോറും കൂടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് സ്പാം മെസ്സേജിങ്. അപ്പോൾ ഇത്രയും കാര്യം ഞാൻ ഇതിനെ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ഫോണിലേക്ക് 2 ദിവസം മുമ്പ് ഒരു മെസ്സേജ് വരികയുണ്ടായി. അപ്പോൾ ആ മെസ്സേജിനകത്ത് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ എൻ്റെ അക്കൗണ്ടിനകത്തേക്ക് ഒരു 51,999 റുപ്പീസ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് UPI റെഫറൻസ് നമ്പർ 780335 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ക്ലിക്ക് ആൻഡ് ഡൗൺലോഡ് നൗ ടു റിസീവ് എന്നും പറഞ്ഞിട്ട് ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ മെസ്സേജൊക്കെ നേരത്തെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായി സ്പാം ചെയ്യും, ബ്ലോക്ക് ചെയ്യും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മെസ്സേജിൻ്റെ അകത്ത് വന്ന ഒരു ചെറിയൊരു ഡിഫറൻസാണ്. അതായത് ഈ മെസ്സേജ് തുടങ്ങുന്നത് യുവർ VPA വെച്ചിട്ടാണ്. അതായത് ഈ VPA എന്ന് പറയുന്നത് വെർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് എന്നാണ്. അതായത് ഇപ്പോൾ നമുക്കൊരാൾക്കൊരു മെയിൽ അയക്കണം അല്ലെങ്കിൽ നമുക്കൊരു മെയിൽ റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇമെയിൽ അഡ്രസ്സ് വേണം. അതേപോലെ തന്നെ നമുക്കിപ്പം ഒരു ആർക്കെങ്കിലും മണി ട്രാൻസ്ഫർ ചെയ്യണം അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അതും UPI വഴി നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു അഡ്രസ്സ് വേണം. അപ്പോൾ ഈ അഡ്രസ്സാണ് നമ്മളുടെ VPA അല്ലെങ്കിൽ വെർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ ഇത്ര വലിയ കാര്യം എന്ന് വെച്ചാൽ നേരത്തെയും ഇതുപോലത്തെ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം തുടങ്ങുന്നത് യുവർ ഫോൺ നമ്പർ എന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ ഇപ്പം യുവർ VPA എന്ന് പറഞ്ഞാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഓൺലൈൻ ഫ്രോഡൊക്കെ ഇപ്പം പുതിയൊരു ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പം അപ്ഗ്രേഡേഷൻ്റെ ഒരു ടൈമാണല്ലോ. അപ്പം ഓൺലൈൻ ഫ്രോഡും അങ്ങനത്തെ പല ആൾക്കാരൊക്കെ ഇപ്പം പുതിയൊരു ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ മെസ്സേജസൊക്കെ നിങ്ങൾക്ക് റിസീവ് ചെയ്യുവാണെങ്കിൽ ലൈക്ക് ഇപ്പം യുവർ VPA എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ തുടങ്ങിയിട്ടുള്ളത് ഇതെനിക്ക് 2 മെസ്സേജ് കിട്ടിയായിരുന്നു. ഒരെണ്ണം എൻ്റെ ജിയോ സിമ്മിലും ഒരെണ്ണം ഐഡിയ സിമ്മിൻ്റെ അകത്തും. കണ്ടൻറ്റൊക്കെ സെയിമാണ്, ഫോൺ നമ്പറിൻ്റെ ഒക്കെ കാര്യത്തിൽ മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ മെസ്സേജൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് സ്പാം ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഓൺലൈൻ പേയ്മെൻറ്റ് കറക്റ്റ് ആളുടെ അടുത്തേക്കാണ് പോകുന്നതെന്നും പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലുള്ള ഓൺലൈൻ പേയ്മെൻറ്റ്സ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ എവിടെയെങ്കിലും ലോഗിൻ ചെയ്യുക എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യില്ല. ലൈക്ക് ഇപ്പോൾ നമ്മൾ ഫോൺ നമ്പറൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മളുടെ ഇപ്പം എല്ലാം ലിങ്ക് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും ആധാർ കാർഡ് നമ്പറൊക്കെ നമ്മൾ ലിങ്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പം ഒരിക്കലും ഏതെങ്കിലും വെബ്സൈറ്റിലൊക്കെ പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലത്തെ മെസ്സേജസൊക്കെ വന്നു കഴിയുമ്പം ഇതിൻ്റെ അകത്ത് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത്. കാരണം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ അകത്തേക്ക് ചിലപ്പോൾ വല്ല മാൾവെയർ വൈറസൊക്കെ ഡൗൺലോഡ് ആകാൻ ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ലിങ്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു ഡിഫറൻസ് ആണെങ്കിൽ പോലും അത് നോട്ടീസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം. ബൈ.